ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ഹെൽത്തി സാൻഡ്വിച്ചാണ് കേട്ടോ തയ്യാറാക്കുന്നത്. സിമ്പിളായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ലെബനയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. അതേപോലെ തന്നെ റോക്കാ ലീവ്സും ടൊമാറ്റോയും സാത്തർ പൗഡറും കേട്ടോ. സാത്തർ പൗഡറും നമുക്ക് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ മേലായിട്ട് നമ്മൾ ലെബനെ സ്പ്രെഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ലെബനെ റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ. നമുക്ക് ലെബനെ അഥവാ നമുക്ക് മേടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല തിക്ക് യോഗട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. യോഗട്ടിന് പകരമായിട്ട് നമുക്ക് മിന്റ് ചട്നി അല്ലെങ്കിൽ പെസ്തോ സോസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലെബനയുടെ മെയിനിലായിട്ട് സാത്തർ പൗഡറാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യണേ. സാത്തർ പൗഡർ നമ്മൾ സാത്തർ ബ്രെഡൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ മേലിലായിട്ട് നമ്മൾ ടൊമാറ്റോ സ്ലൈസ് തിന്നായിട്ട് കട്ട് ചെയ്തും കൂടി നമുക്ക് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ റോക്ക ലീവ്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലീവ്സ് ആണ്. നമുക്ക് റോക്ക ലീവ്സ് ഇതിൻ്റെ മേലിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. റോക്ക ലീവ്സ് നമുക്ക് ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പകരമായിട്ട് നമുക്ക് ലെറ്റ്യൂസ് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുക്കുംബർ സ്ലൈസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾ ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേറെ 2 ബ്രെഡ് ഉണ്ടല്ലോ ഇതിന്റെ ടോപ്പിൽ വയ്ക്കുന്നത്, അതിൽ നമുക്ക് മിന്റ് ചട്നി വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ലെമൺ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. നമുക്ക് ലെമനയുടെ പകരമായിട്ട് നമുക്ക് മിന്റ് ചട്നി അല്ലെങ്കിൽ പെസ്തോ സോസ് ഒക്കെ നമുക്ക് ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്യാം. അതേപോലെ നമുക്ക് ബ്രൗൺ ബ്രെഡിന് പകരം വൈറ്റ് സ്ലൈസ് ബ്രെഡ് എടുക്കണമെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ബ്രെഡ് നമ്മൾ അല്പം ടോസ്റ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരല്പം ടോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ എല്ലാം വെച്ച് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെയാണ് നമ്മൾ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത്. അല്പം ടോസ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് അല്പം ടോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് അല്പം സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സൈഡ് ഇതേപോലെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ കൂടെ സൈഡിൽ ചിപ്സ് ഒക്കെ ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.